ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രിയാണ് കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തുകയാണ്. രണ്ടാം പ്രതി കസ്റ്റഡിയിലാകുന്നു. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ, അറസ്റ്റൊക്കെ മുരാരി ബാബു പ്രതീക്ഷിക്കേണ്ടതില്ലേ? ഹാഷ്മി, ഉറപ്പായിട്ടും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ സീരീസിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കസ്റ്റഡി തന്നെയാണ് മുരാരി ബാബുവിന്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട പ്രതി, അതായത് രണ്ട് കേസുകളിലെയും പ്രതി, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലെയും അതേപോലെ തന്നെ ഈ ശബരിമലയിൽ നിന്നുള്ള ശ്രീകോവിലിന്റെ ഈ കട്ടിള പാളികൾ അത് കൊണ്ടുവന്ന കേസിലെയും പ്രതിയാണ് ഈ മുരാരി ബാബു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ വൈകിട്ട് 10 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ പെരുന്നയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം തുടർന്നു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം 2019 ആദ്യമായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന കാര്യത്തിലടക്കം ആദ്യ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ മുരാരി ബാബുവാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കുന്നത് മുരാരി ബാബുവാണ്. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന് കത്തെഴുതി ഇദ്ദേഹത്തിന്റെ പക്കൽ കൊടുത്തുവിടണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നത്. പിന്നാലെ 2024 സമാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പ്രവൃത്തികൾ ചെയ്യാൻ നീക്കം നടത്തിയതും മുരാരി ബാബുവാണ്. ഈ മുരാരി ബാബുവിന്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ, ദേവസ്വം ബോർഡിലെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. മാത്രമല്ല, അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ചില കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ SIT ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഈ കേസിൽ നിർണായകമാണ്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് SIT കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. ഇവിടെയാണ് ഈ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ SITയുടെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ നടന്നു. എന്നാൽ ഇതുവരെയും മുരാരി ബാബുവിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. ഒരു പക്ഷേ പത്തനംതിട്ടയിലോ കോട്ടയത്തോ ഏതെങ്കിലും ക്യാമ്പ് ഓഫീസുകളിൽ അദ്ദേഹത്തെ എത്തിക്കും. അതിനുശേഷം റാന്നി കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഈ മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായകമാണ്. കാരണം ഏത് തരത്തിലാണ് ഈ കോൺസ്പിറസി, ഗൂഢാലോചന നടന്നത്, ഏത് തരത്തിലാണ് എന്നുള്ളത് കണ്ടെത്തണം. അതിനുവേണ്ടി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദ്യോഗ സംഘത്തിലെ തൊട്ടടുത്ത പേരുകളിലേക്കും ഉടൻ SIT കടക്കുമെന്ന തരത്തിലേക്ക് സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ഇവരുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം എത്തിച്ച്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ എങ്ങനെ അന്വേഷണ സംഘം കടക്കും, അതൊരു പക്ഷേ ഈ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ തീരുമാനമുണ്ടാകും. ഹഷ്മി, ഷഫീദ്, ഈ മുരാരി ബാബുവാണ് ആദ്യം ഈ വിജയമല്യ പൂശലല്ലോ പൊതിഞ്ഞു കൊടുത്ത സ്വർണം ചെമ്പ് തകിട് എന്ന് ആദ്യം അടിച്ചു കൊടുത്ത ആൾ മുരാരിയാണ്. അത് കഴിഞ്ഞ് മുരാരി അതിനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ചെമ്പിനെ പിന്നെ ചെമ്പെന്നല്ലാതെ പിന്നെ സ്വർണ്ണം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെ അതുവരെ കേൾക്കാത്ത വാദമൊക്കെ പറഞ്ഞു കേട്ടു. ആ വാദം ആർക്കു വേണ്ടിയാണ്, ചെമ്പ് തകിടന്ന് അടിച്ചു കൊടുത്തത് ആർക്കു വേണ്ടിയാണ്, ആരുടെ നിർദ്ദേശം അതിലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് മുരാരിയോട്. ഷഫീദ്, സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു കസ്റ്റഡിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അപ്പോൾ കഴിഞ്ഞ രാത്രിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലും അറസ്റ്റും ഒക്കെ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. കാര്യം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അതിശക്തമാണ്. ഇന്നലെ മിനിഞ്ഞാന്നിറങ്ങിയ ഉത്തരവ് അതിശക്തമാണ്. ആ ശക്തമായ ഉത്തരവിൽ SITക്ക് ഒരു ബ്ലാങ്ക് ചെക്ക്, ഏത് അളവിൽ അന്വേഷണം കൊണ്ടുപോകാൻ, ആരെയും ഭയക്കാതെ അന്വേഷണം കൊണ്ടുപോകാൻ ഒരു ബ്ലാങ്ക് ചെക്ക് തന്നെ വേണം ശക്തമായ ഉത്തരവിൽ കാണാൻ. അപ്പോൾ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ അറസ്റ്റ്, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ, അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും എന്നതാണ് ഇപ്പോൾ അറിയാനുള്ളത്. ഷഫീദ്, രണ്ട് കാര്യം. ഒന്ന്, കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അവധി ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ നീന്തിപ്പോവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കളക്ടർ ഉണർന്നില്ലെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. രണ്ടാമത്തെ കാര്യം മുരാരിയാണ്. ചോദ്യങ്ങൾ ഒരുപാട് മുരാരിയോടുണ്ട്. ഷഫീദ്, കശ്മീർ ഉറപ്പായിട്ടും. കാരണം 2019 മുതൽ 2024 വരെ നടന്ന ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അത് മുരാരി ബാബു ആണെന്നുള്ളൊരു സംശയം SIT സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്രയധികം ഉദ്യോഗസ്ഥ സംഘത്തെ കൂട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്ന് SIT തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുരാരി ബാബു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിൽ 2019 രേഖകൾ ചമച്ചു തുടങ്ങിയത് മുതൽ 2024 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാൻ, സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിടാൻ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന്റെ അവസാനത്തെ 2 ഉത്തരവുകൾ, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയിലടക്കം
വളരെ പ്രധാനപ്പെട്ടതായി മാറിയിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ സാങ്കേതിക വിദ്യയില്ലെന്ന ഒരു ദിവസം പറയുന്നു, തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് മാറ്റി പറയുന്നു. അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ നടന്നു, അതിലൊക്കെ മുരാരി ബാബുവിന്റെ പങ്ക് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ ആരോപണത്തിന്റെ ആദ്യ സീരീസ് മുതൽ, വിവാദങ്ങളുടെ ആദ്യ സീരീസ് മുതൽ ഈ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരെ സംശയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് വിവാദമായതിനു ശേഷം SIT അന്വേഷണം ഏൽപ്പിച്ചതിന് ശേഷം ആദ്യ സസ്പെൻഷൻ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് ഈ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് കളയുന്നത്. സ്വാഭാവികമായും മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, സെന്റർ ഓഫ് അട്രാക്ഷൻ മുരാരി ബാബു എന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും കോടതി ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, കേവലം ഇത് സ്വർണ്ണപ്പാളിയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ല, അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നടന്ന കവർച്ചകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ അതിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം. അതിലൊക്കെ 2019 മുതൽ 2024 വരെയുള്ള കാലത്ത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എന്തുതരം നീക്കം നടത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല നടത്തിയ ഇടപാടുകളുടെ ഒരു സെറ്റ് ഓഫ് വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊക്കെ മുരാരി ബാബുവിന്റെ പങ്ക് എന്താണ്, ഈ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹം എങ്ങനെ കൂട്ടി, എന്തായിരുന്നു അവർക്കുള്ള പ്രതിഫലം, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അതാണ് SIT ഈ ഇടക്കാല ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ച രണ്ടാം ഘട്ടം അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ, അതായത് ഒരു 3 ദിവസമായി മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ചായിരുന്നു SITയുടെ അന്വേഷണം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ലഭിച്ച് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മുരാരി ബാബുവിലേക്ക് SIT സംഘം കടന്നിരുന്നു. സ്വാഭാവികമാണ്, ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തും, അദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയും ഒറ്റയ്ക്കും ഇരുത്തിയും ഒക്കെ ചോദ്യം ചെയ്യൽ തുടരും, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ സന്നിധാനത്തേക്കടക്കം എത്തിച്ച് അദ്ദേഹത്തെ തെളിവെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ഈ സ്വർണ്ണ കവർച്ച, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ 2ാം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴും ഇനിയും പല ചോദ്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൽപേഷും നാഗേഷും, ആ പേരുകൾ ഇപ്പോൾ അങ്ങനെ ഉയർന്നു കേൾക്കുന്നില്ല, അത് SIT സംഘം പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഒരു പടി മുന്നിലേക്ക് SIT സംഘം പോയോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരണം എവിടെ വരെ എത്തി, ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം എങ്ങനെയെടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിലുള്ള മറുപടി. രണ്ടാമത്തെ ചോദ്യം, തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള അവധികൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആളുകളോട് നിലവിൽ ഇപ്പോൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും അവസാനം അവധി പ്രഖ്യാപിച്ചപ്പോഴും മന്ത്രി V ശിവൻകുട്ടിയുടെ ഇടപെടലിന് ശേഷമൊക്കെയാണ് പിന്നീട് അവധി പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമാണ് കുറച്ചു നേരം കൂടെ കാത്തിരിക്കേണ്ടി വരും. കാശ്മീർ. ഓക്കെ, അപ്പോൾ ഷഫീദ്, കേരളത്തിന്റെ പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനൊക്കെ SIT തീരുമാനിക്കുന്നുണ്ട്. നിലവിലെ ബോർഡ് അംഗങ്ങളുടെ പങ്കിനെപ്പറ്റി SIT അന്വേഷിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ ഉത്തരവ് നോക്കിയാൽ ഇനി മുരാരി ബാബുവിന് മുകളിൽ, ഇനി ദേവസ്വം ബോർഡിനും മുകളിൽ ഏതെങ്കിലും അതീത ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ പോകാനുള്ള ഒരു ശക്തമായ ഒരു ബ്ലാങ്ക് ചെക്ക് ആ ഉത്തരവിൽ കാണാനുമുണ്ട്. അപ്പോൾ അതിശക്തമായ അന്വേഷണം മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയല്ലേ മുരാരിയുടെ കസ്റ്റഡിയോടെ പ്രതീക്ഷിക്കേണ്ടത് ഷഫീദ്? കാശ്മീർ ഉറപ്പായിട്ടും. കാരണം മിനിഞ്ഞാന്നാണ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ SIT കൊടുക്കുന്നത്. അതിനുശേഷം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പ്രസക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമല്ല, പകരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന കവർച്ചകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ 2019 നടന്ന സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണം, ഈ പറയുന്ന സ്വർണ്ണ പാളി, അത് സ്വർണം അതിനകത്ത് നടത്തി മാറ്റി വിറ്റു ലാഭമുണ്ടാക്കിയതിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി ശബരിമലയിൽ അയ്യപ്പന്റെ ശ്രീകോവിൽ വെച്ചിരിക്കുന്ന ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ, അത് വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിന്റെ ചെമ്പുപാളികൾ, ആ സ്വർണ്ണം നടത്തി മാറ്റിയ ശേഷമുള്ള ചെമ്പുപാളികൾ വിശ്വാസത്തിന്റെ പേരിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട ചോദ്യമാണ്. അത് തന്നെയാണ് കോടതി സംശയത്തോടെ കാണുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ അന്വേഷണ സംഘം വീണ്ടും ചില പരിശോധനകൾ നടത്തിയിരുന്നു. ചെന്നൈയിൽ ആദ്യമായി ഇത് ഗോൾഡ് ചെയ്തു കൊടുത്ത ജ്വല്ലറിയിൽ പരിശോധന നടത്തിയിരുന്നു. ഹൈദരാബാദിൽ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നാഗേഷിനെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി, വളരെ പ്രധാനപ്പെട്ട മൂവുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോഴും പല ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, കേവലം ഇതൊരു ഉദ്യോഗസ്ഥ ഗൂഢാലോചന മാത്രമായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അതല്ല, ദേവസ്വം ബോർഡിനെ തന്നെ സംശയം നിലനിർത്തുന്ന, പുതിയ ദേവസ്വം ബോർഡിനെ തന്നെ സംശയം നിലനിർത്തുന്ന ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. രണ്ടാമത്തേത്, ഈ പറഞ്ഞു കേട്ട പേരുകൾക്കപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ സംഘത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ? 3, നമ്മളിപ്പോൾ കേൾക്കുന്ന പേരുകൾ, അത് ഈ പുറത്തുനിന്ന് കേൾക്കുന്ന പേരുകളാണ്, കൽപേഷും നാഗേഷും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ശക്തമായിട്ടുള്ള അന്വേഷണം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നു. ഹാഷ്മി. ശരി, സ്വർണ്ണക്കൊള്ളയിൽ എന്തായാലും ശക്തമായ അന്വേഷണമാണ് SIT ആലോചിക്കുന്നത്. ഒപ്പം തന്നെ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. കുറച്ചു സമയത്തിനകം മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.